ഹായ് നമസ്കാരം. നമ്മളിന്നത്തെ കുഞ്ഞു വീഡിയോ നമ്മളെ മാൾട്ട മുസംബി അങ്ങനെ ആയി വരുന്നുള്ളൂ. നല്ല പച്ചി നല്ല മധുരമാണത്. ചെറിയ പ്ലാന്റ് ആട്ടോ, അത്രയൊന്നും ആയിട്ടില്ല. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. 2 കായാണ് ഇപ്പോൾ ഇതിൽ പിടിച്ചിട്ടുള്ളത്. കാരണം വെച്ച് പെട്ടെന്ന് ഉഷാറായിക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കുഴിയുടെ വലുപ്പം, അതിൽ പോട്ടി മിക്സ് കൊടുത്തതും അതിൽ നല്ല രീതിയിൽ വേര് വന്ന് പെട്ടെന്ന് കയറി കിട്ടിയ പെട്ടെന്ന് മരം കയറിയിരിക്കണം. കാരണം നമ്മൾ ചെറിയ കുഴിയെടുത്ത്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ചെറിയ കുഴിയെടുത്ത് നമ്മൾ പ്ലാന്റ് വെക്കരുത്. അത്യാവശ്യം വലിയൊരു കുഴിയെടുത്ത് ഒരു 3 അടി താഴ്ച, 3 അടി ചുറ്റളവുള്ള കുഴിയെടുത്താൽ അത് മുഴുവൻ കരിയിലകൾ, കരിത്തൊണ്ട്, നമ്മുടെ ചകിരിച്ചോറ്, അതുപോലെ എല്ലുപൊടി അല്ലെങ്കിൽ സൂപ്പർ മില്ല്, ചാണകപ്പൊടി, ഇതെല്ലാം മിക്സ് ചെയ്ത് കുഴി 3/4 ഭാഗം തൂർത്തിട്ട് നമ്മൾ പ്ലാന്റ് അതിൽ വെച്ചാൽ പെട്ടെന്ന് വേരോടും, വേര് സ്പ്രെഡാവും. അതിലുപരി 100% നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം, അതുപോലെ നമ്മളെ നന കറക്റ്റ് സമയത്ത് അവൾക്കുള്ള നന, അങ്ങനെ ആകുമ്പോൾ നമ്മളെ മരങ്ങൾ പെട്ടെന്ന് വലുതാവും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻ്റ് ലിക്വിഡ് വളങ്ങളായിട്ടുള്ള വെള്ളത്തിൽ, ഇപ്പോൾ നമ്മളെ ടാറ്റൻ്റെ ആയാലും ഗോദ്റേജിൻ്റെ ആയാലും അത് കൊടുക്കാൻ പറ്റണം. ഇപ്പോൾ ഞാൻ ഒരു നഴ്സറിക്കാരനാണ്, പക്ഷേ പല നഴ്സറിക്കാരും അതുപോലെ നഴ്സറികളിൽ ഡ്രമ്മിലാണെങ്കിലും ചട്ടിയിലാണെങ്കിലും വലിയ ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിലും പഴങ്ങൾ നിറച്ച് കായ്ച്ച് നിൽക്കുന്നതിൻ്റെ ഒരു രഹസ്യമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ അതായത് നമ്മൾ ഈ ചാണകം, മറ്റുള്ള വളങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ന്യൂട്രിയൻ്റ് വളം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുള്ള 5 ml 1 ലിറ്റർ ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ചെടികളുടെ മേലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 10 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് മുരടിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ 2 കാര്യമുണ്ട്. ചെടി പെട്ടെന്ന് ഗ്രോത്തിൽ ഉണ്ടാവുകയും ചെയ്യും, പെട്ടെന്ന് പഴങ്ങൾ കായ്ക്കുകയും ചെയ്യും. ഈ ഇലകളിൽ കീടരോഗങ്ങൾ, ചെടിക്ക് കീടരോഗങ്ങൾ കുറയുകയും ചെയ്യും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അത് നമ്മൾ 20 ദിവസം 15 ദിവസം 20 ദിവസം കൂടുമ്പോൾ ചെയ്ത് കൊടുത്താൽ നല്ല ഗ്രോത്തിൽ ചെടി കയറി പോരും ചെയ്യും, പെട്ടെന്ന് കായ്ഫലം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ വെക്കുന്നതും അത് തന്നെയാണ്, നമ്മൾ എങ്ങനെയെങ്കിലും കുഴിയെടുത്ത് വെക്കരുത്. പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിലൊക്കെ എന്ത് മരത്തിനായാലും അത്യാവശ്യം വെയിൽ വേണം. അതുപോലെ തന്നെയാണ് അതുപോലെ വേനൽക്കാലം നന പിന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കാഴ്ച ആദ്യത്തെ 2 മാൾട്ട മുസംബിയാണ്. ഏതായാലും അടിപൊളി. കാരണം അങ്ങനെയുള്ള പ്ലാന്റുകൾ വെച്ചാൽ പലവരുണ്ട്. എന്താണെന്ന് വെച്ചാൽ പല പ്ലാന്റുകൾ, ഇതുപോലുള്ള പ്ലാന്റുകൾ വീങ്ങിയിട്ട് ചിലപ്പം വെയിൽ കിട്ടാത്ത സ്ഥലത്ത് വെക്കുക, അതുപോലെ അതിൻ്റെതായ രീതിയിൽ അത് പ്ലാന്റ് ചെയ്യാതിരിക്കുക. ചെറിയ കുഴിയെടുത്ത് എങ്ങനെയൊക്കെ മണ്ണിട്ട് ചാണകപ്പൊടി ഇട്ട് മൂടി, അങ്ങനത്തെ ഒന്നും ചെയ്യരുത്. അത്യാവശ്യം ഈ പ്ലാന്റ് വെക്കാൻ ഒരു ഏരിയ കണ്ടെത്തി തന്നെ വേണം. അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ വീട്ടിലെ മുറ്റം ഏരിയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്പേസിൽ അത്യാവശ്യം വെയിലും വെളിച്ചം കിട്ടുന്ന രീതിയിൽ നമ്മൾ വെക്കുക. ഇതുപോലെ മേൽ പറഞ്ഞ പോലെ കാര്യങ്ങൾ, വളങ്ങളും ന്യൂട്രിയൻ്റ് വളങ്ങളൊക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ ചെടികൾ ഗ്രോത്തിൽ വളരും ചെയ്യും, അത്യാവശ്യം പഴങ്ങൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസുകൾ നമുക്ക് ഓരോ മരത്തെ പറ്റി ഞാൻ കുറച്ച് പരിചയപ്പെടുത്തി തരുന്നുണ്ട്, ഓരോരോ വീഡിയോ ആയിട്ട്. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടാലൊന്ന് ചാനൽ കയറി ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, കാരണം നമുക്കും താല്പര്യമുള്ള വിഷയമാണ് ഈ ഫലവൃക്ഷങ്ങൾ വെക്കുക, പച്ചക്കറി നടുക. അത് നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ള വിഷയമാണ്. അപ്പോൾ ചെയ്യുന്നത് വിജയിക്കണമെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, അറിയണം. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഓക്കെ.